കൊല്ലം പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം കടലാക്രമണ ഭീഷണിയിൽ. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അടിയന്തര നിർദ്ദേശം നൽകിയിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ക്ഷേത്രത്തിന് സമീപം കടൽ ഭിത്തി സ്ഥാപിച്ച് സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഏറെ പ്രസിദ്ധമായ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തെ അവസ്ഥയാണിത്. മുൻപുണ്ടായിരുന്ന കടൽ ഭിത്തി ഇടിഞ്ഞതാണ് തിരമാലകൾ ക്ഷേത്ര മതിൽക്കെട്ടും കടന്നു വരുന്നു. നിരന്തരമായ മണൽ ഖനനം കാരണം ഈ ഭാഗത്ത് കടലാക്രമണം രൂക്ഷമാണ്. ക്ഷേത്രമതിൽ തകർന്നു വീഴാറായ അവസ്ഥ. മുൻപ് ക്ഷേത്ര ഭരണസമിതിയുടെ ചിലവിലാണ് ചാക്കുകളിൽ മണ്ണ് നിറച്ച് സംരക്ഷണം ഒരുക്കിയത്. എന്നാൽ മൺസൂൺ മഴ ശക്തമായതോടെ തിരമാലകൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നു. ഏറെക്കാലമായി ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പരാതികൾക്കൊടുവിൽ ഇക്കഴിഞ്ഞ ജൂലൈ 8-ന് ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെ നേരിട്ടെത്തി ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ അധികൃതരുടെ മെല്ലെപ്പോക്ക് ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നു. മുൻപ് ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥ ഇന്നും തുടരുകയാണ്. 2019 നിയോഗിച്ച കരാറുകാരനെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് കാരണം ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനമായെങ്കിലും അത് നടപ്പായിട്ടില്ല. അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ബന്ധപ്പെട്ട ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അതിൽ അനാസ്ഥ കാണിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുറവശം കടൽ ആക്രമണം നടത്തി ഇപ്പോൾ കടൽ ഭിത്തി തകർന്ന് ഇപ്പോൾ ഈ ക്ഷേത്ര മതിലുകളും തകരുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ മാസം അടിയന്തരമായി കടൽ ഭിത്തി നിർമ്മിക്കാൻ KMML പ്രത്യേക ഫണ്ടിൽ നിന്നും 2 കോടി ഇറിഗേഷൻ വകുപ്പിന് നൽകാനും അതുവഴി നിർമ്മാണം തുടങ്ങാനുമായിരുന്നു തീരുമാനം. എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. എത്രയും വേഗം കടൽ ഭിത്തി ഒരുക്കി ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്നതാണ് ക്ഷേത്ര ഭരണസമിതിയുടെയും ഭക്തരുടെയും ആവശ്യം. ജനം, കൊല്ലം.